നല്ല വറുത്തരച്ച മുട്ടക്കറിയും പത്തിരി ആയാലോ. ഇന്ന് നമ്മളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു. എല്ലാവരും പൊതുവെ പുഴുങ്ങിയിട്ടാണ് മുട്ടക്കറി വെക്കാറ്, നമ്മൾ പൊരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് പാന് ചൂടാക്കി വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടുക. അതിലേക്ക് നമ്മൾ വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വെല്ലുള്ളി വാടി വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വാടിക്കോട്ടെ കേട്ടോ. എന്നിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴഞ്ഞ് വരണം. നമ്മൾ ഈ ഒരു നേരം കൊണ്ട് നമ്മൾ ഓംലെറ്റ് പോലെ അടിച്ചെടുക്കുകയാണ് വേണ്ടത് നമ്മളെ മുട്ട. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അവിടെ നമ്മൾ ഈ സമയം നമ്മളുടെ പച്ചക്കറികൾ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ നേരം നമുക്ക് നമ്മളെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 2 മുട്ടയായി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത തേങ്ങ അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. അത് നമ്മൾ ഈ വാടി വന്നിട്ടുള്ള പച്ചക്കറി പൊടിയൊക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇത്രയും ഈസിയാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടോ. നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഓംലെറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. പിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനൊരു ഹരത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീളത്തി കട്ട് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി. ഇനി ഒരൊറ്റ പണിയും കൂടിയേ ഉള്ളൂ. ഇതൊന്ന് തൂമിക്കണം. ചെറിയുള്ളി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേഗം നമ്മൾ കറിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കറി അടച്ച് വെക്കുക. അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. കുറച്ച് നേരം ആ ഒരു സെറ്റിൽ അങ്ങനെ ഇരിക്കട്ടെ. ഇത് നമുക്ക് കഴിക്കാൻ നേരത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറി റെഡി ആയിട്ട് മാറ്റി വെച്ച ശേഷം ഇനി കറിക്ക് നമുക്ക് കമ്പനി കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പൊടി വാട്ടിയെടുത്തിട്ട് നന്നായിട്ട് ചാമ്പി എടുക്കണം. അതിന് വേറെ വല്ലതും പറയുമെന്ന് അറിയില്ല കേട്ടോ. നന്നായിട്ട് ചാമ്പി ഒരു പാകപ്പെടുത്തി ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കുകയാണ്. 2 സൈഡ് മറിച്ചിട്ട് നമ്മൾ പത്തിരി സാധാരണ ചുടുന്ന പോലെ തന്നെ. അടുപ്പിൽ ചുടുന്നത് വേറെ വൈബാണ്. നമ്മൾ ഈ രാവിലെ തന്നെ അടുപ്പ് കത്തിക്കാൻ നിന്നിട്ടില്ല, നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസി പാർട്ട്. ഇത് കഴിച്ച് കാണിക്കുന്ന ഭാഗം എൻ്റെ ഫേവറേറ്റ് പാർട്ട്. അപ്പോൾ കുറച്ച് കറിയും ഒരു 2, 3, 4, 5 പത്തിരിയൊക്കെ ആവാം. അങ്ങനെ എത്രയും പത്തിരി എടുത്ത് കറി ഒഴിച്ച് ഇനി ഇതിൽ ഒരു കഷ്ണം ഇങ്ങനെ കീറിയെടുത്ത് അങ്ങോട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. വലിയ ഭാരപ്പെട്ട പണികളൊന്നുമില്ല. ഇതങ്ങോട്ട് കഴിക്കുക, വയറ് നിറക്കുക, നിർവൃതിയാണ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കി.